അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 8-9 മാസം മുമ്പ് എന്നെ ഒരാൾ വിളിക്കുകയാണ്. എനിക്ക് പരിചയമല്ല. അപ്പോൾ അയാൾ സ്വയം പരിചയപ്പെടുത്തുന്നത് ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്, പേര് ഖാദിർ ഹാജി എന്നാണ്. അങ്ങനെ അദ്ദേഹം വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ എൻ്റെ ഖണ്ഡനങ്ങൾ കേൾക്കാറുണ്ട്, വലിയ സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ച് കിതാബ് വാങ്ങിത്തരാൻ ഞാൻ കരുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കിതാബാണ് ആവശ്യം? കിതാബുകളുടെ ലിസ്റ്റ് തന്നാൽ എൻ്റെ മകൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, ഞാൻ അവനോട് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞു. പരിചയമില്ലാത്ത ആളായതുകൊണ്ട് ഞാനത് ആദ്യം അവഗണിച്ചു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം വിളിക്കുന്നു, ഇതേ ആവശ്യം തന്നെ പറയുന്നു. അപ്പോഴൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കുന്നില്ല കേട്ടോ. നമ്മൾ നിഷ്കളങ്കമായിട്ടാണ് ഓരോ മനുഷ്യരുടെയും കോളുകൾ എടുക്കുന്നതും ഓരോരുത്തരുമായിട്ട് സംവദിക്കുന്നതൊക്കെ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സംസാരം വളരെ പ്രായം ചെന്ന എൻ്റെയൊക്കെ ഒരു ഉപ്പാപ്പയുടെ സംസാരം പോലെയൊക്കെയുള്ളൊരു സംസാരമാണ് അദ്ദേഹത്തിൻ്റെ സംസാരം എനിക്ക് തോന്നിയത്. അങ്ങനെ വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ വിളിച്ചിട്ട് ഇൽമിയായ ഒരു വിഷയത്തിന് സഹായം ചെയ്യാം, കുറച്ച് കിതാബ് തരാം എന്നാണല്ലോ പറയുന്നത്. അത് ആത്മാർത്ഥമായിരിക്കുമെന്ന് നമ്മൾ ധരിച്ചു. ഖാദിർ ഹാജി ആണല്ലോ, മുസ്ലിമാണ്, ഹജ്ജ് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ഇന്നൽ മുഅ്മിന ലാ യക്ദിബ്, ഈമാനുള്ളവൻ കളവ് പറയൂല എന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ളന്നു ബിൽ മുഅ്മിനീന ഖൈറ, മുഅ്മിനീങ്ങളെക്കുറിച്ചൊക്കെ നല്ലത് കരുതണം, ഒരാളെയും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന് മുത്തുനബിയുടെ അധ്യാപനമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മളിത് വളരെ ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ചാറ്റുകളൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെ അദ്ദേഹം ആവർത്തിച്ച് ഈ വിഷയം തന്നെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കിതാബുകളുടെ പേര് എഴുതി അയച്ചു കൊടുക്കുകയാണ്. ആ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം. അപ്പം ഞാൻ ഇത്രയും കിതാബുകളുടെ പേര് എഴുതി അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നു. അദ്ദേഹം ഇൻഷാ അല്ലാ എന്ന് എനിക്ക് പ്രതികരണവും നൽകുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും എന്നെ ബന്ധപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നു, കിതാബുകളൊക്കെ എത്തിയിട്ടുണ്ട്, ആവശ്യപ്പെട്ട കിതാബുകളൊക്കെ എത്തിയിട്ടുണ്ട്, കുറച്ച് കിതാബ് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് കിതാബിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരാണ്. ഈ ഫോട്ടോ അദ്ദേഹം എനിക്ക് അയച്ചു തന്നതാണ്. ഈ കിതാബുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് കിതാബുകളുടെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ട് അദ്ദേഹം പറയാണ്, അസ്സലാമു അലൈക്കും, ഉസ്താദ് തിരക്കിലാണോ? കിതാബ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, ലിസ്റ്റിലുള്ള ചിലത് കിട്ടിയിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ നമ്മളിതൊക്കെ നിഷ്കളങ്കമായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. കാരണം ഇങ്ങനെ വഞ്ചിക്കാൻ ഈമാനുള്ള ഒരാൾക്ക് കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ നിഷ്കളങ്കമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനത് ഒരാളെനിക്ക് വേണ്ടി കിതാബ് വാങ്ങിത്തരുന്നു എന്ന് പറഞ്ഞാണല്ലോ. അപ്പോൾ വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്, അതിൻ്റെ ഫോട്ടോയാണെന്ന് പറഞ്ഞ് അയച്ചു തരാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കുറച്ച് സന്തോഷമൊക്കെ പറഞ്ഞ് കുറച്ച് ദുആ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അപ്പോൾ പിന്നെ അദ്ദേഹം പറയാണ്, കോഴിക്കോട് വരുമ്പോൾ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം, അദ്ദേഹത്തിനോട് പറയണം. അപ്പോൾ കിതാബ് അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്, അത് അദ്ദേഹം കോഴിക്കോട് വരുമ്പോൾ എന്നെ ഏൽപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ആ കിതാബ് പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്ക് കിതാബുമായി ബന്ധപ്പെടുന്നവരായതുകൊണ്ട് കിതാബ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കിതാബ് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് കോഴിക്കോട് വരുമ്പോൾ എത്തിക്കാം, വണ്ടി വിളിച്ചുകൊണ്ട് ഞാനവിടെ കൊണ്ടുത്തരാം, പിന്നെ ഉസ്താദിൻ്റെ വീട്ടിലെത്തിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ നിഷ്കളങ്കമായിട്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സംസാരവും നമ്മൾ കേട്ടത്, നമ്മൾ മനസ്സിലാക്കിയതും അങ്ങനെ തന്നെയാണ്. കാരണം മറ്റൊരാളെ വഞ്ചിക്കുക എന്നുള്ളത് ഈമാനുള്ള ഒരാൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിലപ്പുറമാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ നിഷ്കളങ്കമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് വിളിക്കുന്നത് സംസാരിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ, സംശയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. അതിന് ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ആവശ്യപ്പെടുന്നു, ഷെയ്ഖന ഉസ്താദിനെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കി തരുമോ? ഒരു ഹദിയ കൊടുക്കണം ഉസ്താദിന്. അപ്പോൾ ഷെയ്ഖുനാനെ കാണാൻ ആഗ്രഹമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഉസ്താദിനെ ആർക്കും വന്ന് കാണാമല്ലോ. ഉസ്താദിനെ
പിന്നെ എത്രയോ ആളുകൾ ഓരോ ദിവസവും സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അപ്പോൾ ഞാനതിന് പ്രതികരിച്ചു, ഉസ്താദിനെ മർക്കസിൽ പോയി കാണാം എന്ന തരത്തിൽ ഞാൻ പ്രതികരിച്ചു. അതിനുശേഷം കിതാബുമായി ബന്ധപ്പെട്ട കാര്യം സ്വാഭാവികമായും ഞാൻ അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയുന്നു, അതൊരു വണ്ടി ഏറ്റെടുത്ത് ഞാൻ വീട്ടിലേക്ക് എത്തിച്ചു തരാം. അതുപോലെ പിന്നീട് അദ്ദേഹം ചില സംശയങ്ങൾ ചോദിക്കുന്നു, ചില കിതാബുകൾ ഉദ്ധരണികൾ ആവശ്യപ്പെടുന്നു, അതൊക്കെ ഞാൻ അയച്ചു കൊടുക്കുന്നു. ഇതൊക്കെ അദ്ദേഹം ആത്മാർത്ഥമായി ചോദിക്കുക എന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഒരു മുസ്ലിമിനെ വഞ്ചിക്കുക എന്നത് സഹോദരങ്ങൾ മനസ്സിലാക്കണം, കഴിയുന്നതിലപ്പുറമാണ്. നമ്മൾ ഒരാളെയും തെറ്റിദ്ധരിക്കാതെ ഇദ്ദേഹം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഈ പറയുന്നതെന്നുള്ള നിലക്കാണ് നമ്മൾ ഇദ്ദേഹത്തോട് ചാറ്റ് ചെയ്യുന്നതും. വിശ്വാസികൾ പരസ്പരം അങ്ങനെയാണല്ലോ. കാരണം നമുക്ക് ഒരാളെ വഞ്ചിച്ചുകൊണ്ടുള്ള പരിചയമില്ല. ഒരാളെ ചതിക്കുകയോ കളവ് പറയുകയോ അദ്ദേഹത്തെ വഞ്ചനയിലൂടെ നേരിടുകയോ ചെയ്യുന്ന ഒരു സ്വഭാവമോ സംസ്കാരമോ നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചിട്ടില്ല, ദീന് പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും സ്വാഭാവികമായും പ്രതീക്ഷിക്കൽ അത്തരം ഒരു ശൈലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആത്മാർത്ഥമായിട്ടാണ് ഈ സംശയങ്ങൾ ചോദിക്കുന്നത് എന്ന നിലക്ക് അദ്ദേഹത്തിന് നമ്മൾ മറുപടി പറയുന്നു. കിതാബുകൾ ചോദിക്കുമ്പോൾ കിതാബിൻ്റെ ഉദ്ധരണികൾ കൊടുക്കുന്നു. അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പഠിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ അടുക്കൽ പിരിവിന് വരുന്നവരാണെന്ന് പറഞ്ഞിട്ടുമൊക്കെ ചില ഉസ്താദുമാർക്ക് ചില സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ചിലരുടെ കയ്യിൽ ഫോൺ കൊടുക്കും. അപ്പോൾ അതെല്ലാം കുരുവട്ടൂരികളായിരുന്നു. ആ കുരുവട്ടൂരികൾക്ക് അവരുടെ കാര്യങ്ങൾ ചോദിച്ചു. അതിന് നമ്മൾ കൃത്യം മറുപടിയും പറഞ്ഞു. അപ്പോഴൊന്നും വാസ്തവത്തിൽ നമ്മൾ സംശയിക്കുന്നില്ല, ഇദ്ദേഹവും ഒരു കുരുവട്ടൂരിയാണെന്ന് സംശയിക്കുന്നില്ല. ഇങ്ങനെ കളവ് പറയാൻ ഈമാനുള്ള ഒരാൾക്ക് കഴിയൂലല്ലോ എന്നതാണ് നമ്മൾ ധരിക്കുന്നത്. രൂഢമൂലമായതുകൊണ്ട് തന്നെ കളവ് എന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, വഞ്ചന നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ മറ്റു പലർക്കും അദ്ദേഹം ഫോൺ കൊടുക്കുന്നു, അവർക്കും നമ്മൾ മറുപടി പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഇയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു വാഹനം വാങ്ങിത്തരാം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്വാഭാവികമായും കുറേ ദിവസങ്ങൾ നമ്മോട് ആത്മാർത്ഥമായി ചോദിക്കുന്ന സംസാരിക്കുന്ന അതുപോലെ ഇടയ്ക്ക് ഇദ്ദേഹം പറഞ്ഞു, എറണാകുളത്ത് എ പി ഉസ്താദ് വരുമ്പോൾ എൻ്റെ വീട്ടിൽ വരാറുണ്ട്, ഞങ്ങൾ കാണാറുണ്ട്, ഉസ്താദിനെ മറ്റും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. എറണാകുളത്ത് അടുത്തൊരു പ്രോഗ്രാം നടന്നിരുന്നു, അതിൽ ഉസ്താദിനെ കണ്ടിരുന്നു. ആ നിലയ്ക്കൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇതൊന്നും കളവല്ല എന്നുള്ളതാണ് നമ്മൾ ധരിക്കുന്നത്. അപ്പോൾ വാഹനം വാങ്ങിത്തരാം എന്ന് പറഞ്ഞപ്പോൾ ഹദിയ ഒരാൾ തരാമെന്ന് പറയണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദിയ സ്വീകരിക്കാറുമുണ്ടല്ലോ. അപ്പോൾ ഹദിയ സ്വീകരിക്കുക എന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ചര്യയിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളും ഇദ്ദേഹം ഇങ്ങോട്ട് വാഹനം തരാമെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ, സന്തോഷം, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നമ്മൾ ദുആ ചെയ്തു കൊടുത്തു. അങ്ങനെ വാഹനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇടയ്ക്ക് ബന്ധപ്പെടും. അതിനിടയ്ക്ക് അയാൾ അവരുടെ ഒരു വോയിസ്, അതിൻ്റെ കാര്യം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാഫിൻ്റെ വോയിസ് എന്ന തരത്തിൽ എനിക്ക് വോയിസ് കിട്ടും. ആ വോയിസ് നിങ്ങളൊന്ന് കളിക്കാതെ. ഹാജിക്ക നമ്മുടെ സഫീർക്ക് വിളിച്ചിരുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വണ്ടിയുടെ ഒറിജിനൽ RC ബുക്കും ഇൻഷുറൻസിൻ്റെ ഇതും ഇന്നാണ് എൻ്റെ കൈ കിട്ടിയത്. അത് 2 ദിവസമായിട്ട് എവിടെയാണ് വെച്ചതെന്ന് അറിയാതെ ഇങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഉസ്താദിൻ്റെ പാൻ കാർഡും അതേപോലെ തന്നെ ആധാറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത് കൊടുക്കത്തേ ഉള്ളൂ. അപ്പോൾ സഫീർക്ക് പറഞ്ഞാൽ അത് നമ്മളെ പേരിലേക്ക് മാറ്റിയിട്ട് കൊടുത്താൽ പോരെ എന്നുള്ളൊരു സംസാരം വന്നിരുന്നു. അപ്പോൾ ഉസ്താദിനോടൊന്ന് പറയും ഇങ്ങനൊരു ഇതുണ്ട്. അപ്പം ഞാൻ RT ഓഫീസിലെ നമ്മുടെ ജസീമിനെ വിളിച്ചിരുന്നു. അപ്പം ജസീം പറഞ്ഞ് മാക്സിമം പെട്ടെന്ന് തന്നെ റെഡിയാക്കി തരാമെന്നുള്ള ഒരു ഇത് പറഞ്ഞിരുന്നു. അപ്പം 2 ദിവസം, അപ്പം അങ്ങനെയാകുമ്പോൾ ഒരു തിങ്കളല്ലേ ചൊവ്വാഴ്ചത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം സഫീർക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ, അതല്ലേ അതിൻ്റെ ഒരു ശരി. അപ്പോൾ ഉസ്താദിനോട് ഒന്ന് പറഞ്ഞു നോക്കുക, അത്യാവശ്യം ഉണ്ടോയെന്നൊന്ന് ചോദിച്ചിട്ടൊന്ന് പറയും. അപ്പം നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. നിങ്ങളൊന്ന് പറ്റിച്ച സഫീർക്കിനെ ഒന്ന് വിളിക്കണേ. അപ്പോൾ ഇത് ഈ വണ്ടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ഏകദേശം പൂർത്തിയായി എന്ന് അറിയിച്ചുകൊണ്ടുള്ളൊരു വോയിസ് എനിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുക്കുന്നത് ഏത് തരത്തിലറിയോ? ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ വണ്ടിയുടെ കാര്യങ്ങൾ ഒക്കെ റെഡിയാണ്, എല്ലാം റെഡിയാണ്. കിതാബും വണ്ടിയൊക്കെ ഒരുമിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാം.
എന്ന തരത്തിൽ നമ്മോട് സംസാരിക്കുന്നു. നമ്മളൊക്കെ അത് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അത് കേൾക്കുന്നു. അങ്ങനെ അപ്പോൾ ഇത് സമയം ഇങ്ങനെ വൈകുന്നതിനനുസരിച്ച് നമ്മളിടയ്ക്ക് കിതാബിൻ്റെ കാര്യം ഇങ്ങനെ അന്വേഷിക്കും. അപ്പോൾ അദ്ദേഹം അവസാനം കുറേ ഗ്യാപ്പ് വന്ന് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. ആ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ആദ്യം കാണിക്കാം. അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി: അസ്സലാമു അലൈക്കും, സുഖമില്ലായിരുന്നു, സ്റ്റോക്ക് വന്നു, 1.5 മാസമായി അറസ്റ്റിലായിരുന്നു, ഫോൺ ഉപയോഗിക്കാറില്ല, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, ഞാൻ അറിയിക്കാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതാണ് സുഖമില്ലായിരുന്നു, സ്റ്റോക്ക് വന്നു. സ്ട്രോക്കാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 1.5 മാസമായി റസ്റ്റിലായിരുന്നു എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അറസ്റ്റിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതണമെങ്കിൽ സ്ട്രോക്കിന് സ്റ്റോക്ക്, റസ്റ്റിന് അറസ്റ്റിലായവ, ഈ തരത്തിലുള്ള പദപ്രയോഗമൊക്കെ നടക്കണമെങ്കിൽ അതൊരു കുരുവട്ടൂര് തന്നെ ആകണം. പക്ഷെ എന്നാലും നമ്മൾ ഒരാളെക്കുറിച്ച് അങ്ങനെ ധരിച്ചില്ല. ളുന്നൂബിൽ മുഅ്മിനീന ഖൈറ എന്നല്ലേ. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ ഒരു മുഅ്മിനാണ്, വിശ്വാസിയാണ് എന്ന നിലത്തിൽ അതൊന്നും നമ്മൾ ഗൗനിച്ചില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഇടയ്ക്ക് ഫോൺ ചെയ്യും. ആ ഫോൺ ചെയ്യേണ്ട കൂട്ടത്തിലാണിപ്പോൾ മാനസിക പ്രയാസം എന്ന തരത്തിലൊക്കെ ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഉസ്താദിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാനസിക പ്രയാസം എന്നൊരു പദം വന്നു. ആ മാനസിക പ്രയാസം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഒരു അസുഖം ഉണ്ടാകുമ്പോൾ മാനസികമായി പ്രയാസപ്പെടും. അതുപോലെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാനസികമായി പ്രയാസപ്പെടും. സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുമ്പോൾ മാനസികമായി പ്രയാസപ്പെടും. ആ തരത്തിൽ ആ ഒരു ഉസ്താദിൻ്റെ സാഹചര്യം അറിയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ മാനസിക പ്രയാസം എന്നുള്ളത് അത് ഒരു മനുഷ്യൻ്റെ സ്വാഭാവികതയാണ്. ജീവിതത്തിനിടയിൽ സ്വാഭാവികമായും മനുഷ്യർക്കുണ്ടാകുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നോക്കൂ നിങ്ങൾ, എത്രയോ മാസമായി ഈ ഒരു മനുഷ്യൻ എന്നെ വഞ്ചിക്കുകയായിരുന്നു, അദ്ദേഹം ചതിപ്രയോഗം നടത്തുകയായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇപ്പോഴാണ്. അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിച്ചിട്ടില്ല. അദ്ദേഹം ഈ നടത്തുന്ന കാര്യങ്ങൾ ഇതൊരു വഞ്ചനയാണ് എന്ന തരത്തിൽ നമ്മൾ ആരോടും പറയുകയോ അല്ലെങ്കിൽ ഇത് പുറത്തുവിടുകയോ പബ്ലിക്കാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ആത്മാർത്ഥമായ ഒരു മുഅ്മിനാണല്ലോ. മുഅ്മിന് വഞ്ചിക്കുകയില്ലല്ലോ, കളവ് പറയുകയില്ലല്ലോ. ഇന്നൽ മുഅ്മിന ലാ യക്ദിബ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈമാനുള്ളവൻ കളവ് പറയൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരർത്ഥത്തിലും ഇതുവരെ അതിനെ തെറ്റിദ്ധരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവർ തന്നെ അത് പബ്ലിക്കിൽ വിളിച്ചു പറയാണ്. അപ്പോൾ ഇവർ നടത്തിയ ഒരു ചതിയാണ്. ഒരു മുസ്ലിമിനോട് കളവ് പറഞ്ഞ് ചതിപ്രയോഗം നടത്തി ആ ഫോൺ റെക്കോർഡും ആ അത് വാട്സപ്പ് ചാറ്റുകളൊക്കെ ഇവരത് ഇങ്ങനെ എടുത്തു വെച്ച് അത് പിന്നീട് പബ്ലിക്കായി പുറത്തുവിടാൻ വേണ്ടി വഞ്ചനയിലൂടെ അവർ നേടിയെടുത്തൊരു സംഗതിയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവരെന്ത് ത്വരീഖത്താ, എന്ത് ആത്മീയതയാണ്? ശരിക്കും ആലോചിക്കാവുന്ന ഒരു കാര്യമാണത്. മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന ആദ്യഘട്ടത്തിൽ, റസൂലുള്ളാഹിൻ്റെ പ്രബോധനത്തിൻ്റെ ഒക്കെ മുമ്പുള്ള ആ ഒരു ഘട്ടത്തിൽ, പ്രബോധനമൊക്കെ തുടങ്ങുന്ന ആ ഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ, അവർ രാത്രികളിൽ ചെയ്യുന്ന എല്ലാ അശ്ലീലതകളും തോന്നിവാസങ്ങളും, വ്യഭിചരിച്ചതും കളവ് നടത്തിയതും ആക്രമിച്ചതും ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊക്കെ കവിതാരൂപത്തിൽ അവർ പിറ്റേ ദിവസം പരസ്യപ്പെടുത്തും. ഞാനിങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു എന്നതുപോലെ ആ ഒരു സംസ്കാരമല്ലേ ഈ ചെയ്യുന്നത്. ഇദ്ദേഹം നടത്തിയ കളവും വഞ്ചനയും, ഞങ്ങളിതാ അദ്ദേഹത്തെ വഞ്ചിച്ചിരിക്കുന്നു, അദ്ദേഹത്തോട് കളവ് പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്യമായി വിളിച്ചു പറയാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലപ്പോഴും മുനാഫിഖീങ്ങൾ, അതുപോലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കളവ് പറഞ്ഞ് റസൂലുള്ളാഹിയുടെ അരികിൽ വന്നിട്ടില്ലേ? ഒരു നാട്ടിൽ നിന്ന് വരികയാണ് കുറച്ചാളുകൾ. അവർ കളവ് പറയുന്നത് എന്താണ്? ഞങ്ങളുടെ നാട്ടിലെല്ലാവരും മുസ്ലിം ആയിട്ടുണ്ട്, ഖുർആൻ പഠിപ്പിക്കാൻ കുറച്ച് സഹാബത്തിനെ പറഞ്ഞയച്ചരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ പറയുന്നത് സത്യമായിരിക്കും, കാരണം റസൂലുള്ളാഹി തങ്ങൾ സത്യസന്ധനാണ്, അതുകൊണ്ട് ഇവർ പറയുന്നതും സത്യമായിരിക്കുമെന്ന് അവിടുന്ന് ധരിച്ചു. അങ്ങനെ സ്വഹാബത്തിനെ പറഞ്ഞയക്കുന്നു. പക്ഷേ അതൊരു വഞ്ചനയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലെ കർബയിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ്? അത് വഞ്ചനയിലൂടെയാണ്.
നൂറുകണക്കിന് കത്തുകൾ അയച്ച് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകാം എന്ന് നൂറുകണക്കിന് കത്തുകൾ അയച്ചു. അതെല്ലാം അവഗണിച്ചപ്പോൾ അവസാനം നിങ്ങൾ ഞങ്ങളെ പരിഗണിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഉപ്പാപ്പയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങളെക്കുറിച്ച് പരാതി പറയും എന്നറിയിച്ചുള്ളൊരു കത്തും കൂടി എഴുതിയപ്പോഴാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇറങ്ങി പുറപ്പെടുന്നത്. പക്ഷേ അതൊരു വഞ്ചനയായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള വഞ്ചനയാണ് ഇവർ ചെയ്യുന്നത്. ആ വഞ്ചന ചെയ്യുന്നു എന്ന് മാത്രമല്ല, അത് മൈക്ക് കെട്ടി ഞങ്ങളിതാ വഞ്ചിച്ചിരിക്കുന്നു, ഞങ്ങളിതാ പറ്റിച്ചിരിക്കുന്നു, ഞങ്ങളിതാ കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് വിളിച്ചു പറയാം. അപ്പോൾ ഇവർ തന്നെ അത് പുറത്തു വിട്ടപ്പോൾ ഇതൊക്കെ ഒരു കുരുവട്ടൂരി ചെയ്ത വഞ്ചനയാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇവന്മാരെന്നല്ല ആര് തന്നെയും എന്ത് തന്നെയും പറഞ്ഞാൽ, എന്ത് തന്നെയും ഓഫർ ചെയ്താൽ അതിൻ്റെ പിന്നാലെ അതും ഇങ്ങനെ പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മുടെ ആദർശം പണയം വെക്കുകയോ അല്ലെങ്കിൽ ഭൗതികത്തിൻ്റെ ദുനിയാവിൻ്റെ പിന്നാലെ ഓടുകയോ ചെയ്യുന്ന സ്വഭാവമല്ല നമ്മുടേത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ഹദിയ തരുന്നു എന്നത് തരുന്നു എന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യഖ്ബലുൽ ഹദിയ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും സ്വീകരിക്കാറുണ്ട് എന്ന് പറഞ്ഞു എന്നതിലപ്പുറം ഇതിലെന്താണിപ്പോൾ കാര്യമായിട്ടുള്ളത് കുരുവട്ടൂരികളെ? അപ്പോൾ ഇത് നിങ്ങളുടെ സംസ്കാരം എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഇത് പുറത്തേക്ക് പറയാൻ നിങ്ങൾ തന്നെ ഒരു വഴിയൊരുക്കി തന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കളവും വഞ്ചനയും മാത്രമാണ് ഞങ്ങളുടെ മുഖമുദ്ര. അത് വിളിച്ചു പറയുന്നതിൽ അഭിമാനമുണ്ട് എന്ന തരത്തിൽ നിങ്ങൾ തന്നെ ഇത് പുറത്തേക്കിട്ടതിൽ സന്തോഷമുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ശത്രു പാളയത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് അവിടെ തന്നെയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഏതായാലും ഈമാനുള്ളവർ അപ്പുറത്തില്ല എന്നത് വളരെ വ്യക്തമാണ്. ഈമാനും വഞ്ചനയും ഒരുമിച്ച് കൂടൂലല്ലോ. മുഅ്മിനായ മനുഷ്യൻ കളവ് പറയൂല, മുഅ്മിനായ മനുഷ്യൻ വഞ്ചിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ്. ആ ഈമാൻ അപ്പുറത്തില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ തരത്തിൽ കടുമണി തൂക്കമെങ്കിലും ഈമാനുള്ളവർ അപ്പുറത്തുണ്ടെങ്കിൽ അവർക്കും കൂടി ചിന്തിക്കാനുള്ള ഒരു വലിയ കാരണമായി ഇത് മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഈ തരത്തിലുള്ള കളവും വഞ്ചനയും ഒക്കെ ചെയ്ത് അതുതാ ഞങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ വഞ്ചിച്ചിരിക്കുന്നു എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഇവരെ പ്രേരിപ്പിച്ചത് നിഫാഖിൻ്റെ കടുപ്പമാണ്, ഈമാനില്ലായ്മയുടെ ലക്ഷണമാണ് എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് കളവിൻ്റെയും വഞ്ചനയുടെയും ആളുകളാണ് ഞങ്ങൾ എന്നത് നിങ്ങൾ തന്നെ പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്.